മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രണ്ട് മേജർ ഫൗളുകൾ നിങ്ങൾ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ എനിക്കും ചൂണ്ടിക്കാണിക്കാനുണ്ട്. ജൂൺ 11 ഞങ്ങളുടെ MD-യുടെ അതിനു മുമ്പ് അറിയാമായിരുന്ന ഏക പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? ഗവൺമെന്റാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. നിങ്ങൾക്ക് ഒരു മാധ്യമങ്ങൾക്കും കിട്ടാത്ത വാർത്ത വിഴിഞ്ഞത്ത് വരും. ഞാനിപ്പോഴാണ് കാണുന്നത്, ഇന്നലെയാണ് കാണുന്നത്. വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? 5-ാം തീയതി MSC വരും. ഒന്ന്, ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് പറയുന്നത് ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ദേശാഭിമാനിയാണ് എന്നാണ്. പച്ചക്കള്ളമാണ്. അങ്ങനെയല്ല എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ആ ചോദ്യം തന്നെ പൊളിഞ്ഞു. ആ ചോദ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രതിരോധമാണ് പൊളിഞ്ഞു വീണത്. 5-ാം തീയതി സുനീഷ് ജോയിയുടെ ബൈലൈനിൽ വന്നിരിക്കുന്ന വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ എന്ന വാർത്ത വരുന്നതിന് 2 ദിവസം മുമ്പ് മാതൃഭൂമിയിൽ, അതായത് ജൂൺ മാസം 3-ാം തീയതിയും രാകേഷ് കെ നായരുടെ ബൈലൈനിലും, അതിനും 2 ദിവസം മുമ്പ് ജൂൺ മാസം 1-ാം തീയതി എക്കണോമിക് ടൈംസിന്റെ ഇൻഫ്രയിൽ P മനോജിന്റെ ബൈലൈനിലും ഇതേ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് ജൂൺ 1-ാം തീയതി എക്കണോമിക് ടൈംസ് പ്രസിദ്ധീകരിച്ച് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ദേശാഭിമാനി ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത്. ഈ വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ച മാധ്യമം ദേശാഭിമാനി അല്ല. എന്നാൽ മുഖ്യമന്ത്രി ഇന്ന് വലിയ ഒരു കണ്ടുപിടുത്തം എന്ന മട്ടിൽ അവതരിപ്പിച്ചത് കോപ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതാ ദേശാഭിമാനിയാണ് ഈ വാർത്ത ആദ്യം കൊണ്ടുവരുന്നത്, ഇതിന്റെ സോഴ്സ് ഗവൺമെന്റ് ആണ് എന്നുള്ളതാണ്. അത് കള്ളമാണെന്നുള്ളത് പൊളിഞ്ഞ് പാളിസായിപ്പോയി എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ദുർബലമായ പ്രതിരോധം. അനാവശ്യമായിട്ടാണ് മുഖ്യമന്ത്രി ദേശാഭിമാനിച്ചാരി ഒരു പ്രതിരോധത്തിന് ശ്രമിച്ചത്. അത് പൊളിഞ്ഞു പാളീസായി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പറയാതെ ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ ഈ വകുപ്പിൽ പോർട്ട് സെക്രട്ടറി ആയിട്ട് 11-ാം തീയതിയാണ്, ജൂൺ മാസം 11-ാം തീയതിയാണ് ഈ സർക്കാർ നിയോഗിച്ചയാൾ ചുമതലയേൽക്കുന്നത് എന്നാണ്. പക്ഷേ ഒരു കാര്യം VD സതീശൻ മറന്നുപോയി. 18-ാം തീയതി മുഖ്യമന്ത്രി എന്ന നിലയിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. തുടർന്ന് വകുപ്പ് വിഭജനം കഴിഞ്ഞ് പോർട്ട് മന്ത്രി എന്ന നിലയിലുള്ള ചുമതലയും അതിനു മുൻപ് ജൂൺ മാസത്തിന് മുമ്പ് മുഖ്യമന്ത്രി VD സതീശന് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പോർട്ട് മന്ത്രിയായി താൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ജൂൺ മാസം 1-ാം തീയതി എക്കണോമിക് ടൈംസിൽ വാർത്ത വരുന്നു. പോർട്ട് മന്ത്രിയായി ചുമതല എടുത്തതിന് ശേഷം ജൂൺ മാസം 3-ാം തീയതി മാതൃഭൂമിയിൽ വാർത്ത വരുന്നു. അതിനുശേഷം ദേശാഭിമാനിയിൽ വാർത്ത വരുന്നു. നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ സർക്കാരിന്റെ എല്ലാ PRD സംവിധാനങ്ങളുമുള്ള ഒരു ഏജൻസിക്ക് ഈ വാർത്തകൾ നൽകുന്ന സൂചന മുഖ്യമന്ത്രിക്ക് കിട്ടിയില്ലേ? ഇന്റലിജൻസ് സംവിധാനം മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയിച്ചില്ലേ? ഈ കേരളത്തിൽ അദാനി പോർട്ടിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഏതെങ്കിലും ഒരു ട്രാൻസ്ഷിപ്പ് ടെർമിനലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും വലിയ വിദേശ നിക്ഷേപം വരുന്നു, ഏറ്റവും വലിയ നിക്ഷേപം വരാൻ പോകുന്നു എന്നുള്ള വിവരം സംസ്ഥാനത്തെ പോർട്ടിന്റെ ചുമതലയുള്ള മന്ത്രി അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ പദവിയിൽ ഇരിക്കാതിരിക്കുന്നതാവും നല്ലത്. കാരണം അത്രയും പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു വിഷയം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും, ദേശാഭിമാനി അടക്കം റിപ്പോർട്ട് ചെയ്തിട്ട്, മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ട്, എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ട്, രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടും ആ വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയെ ഇന്റലിജൻസ് സംവിധാനവും PRDയും അറിയിച്ചില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് മുഖ്യമന്ത്രി പറയുന്നു ഞാനും വാർത്തകളിലൂടെയാണ് അറിഞ്ഞത്. ഏത് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളത് വാർത്തകളിലൂടെയാണ് അറിഞ്ഞത്. നോക്കൂ, ചർച്ചകൾ നടക്കുന്ന വിവരം 1 മാസം മുമ്പ്, 25 ദിവസം മുമ്പ് സംസ്ഥാനത്തെ പത്രങ്ങൾ ആ വാർത്ത കൈകാര്യം ചെയ്തിരുന്നു. അത് മന്ത്രി അറിയാതെ പോയി എന്നുള്ളതാണ്. നോക്കൂ, എന്താണ് സർക്കാർ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്ന ബെനിഫിറ്റ്? സർക്കാർ ഇത് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ സർക്കാരിന് ചില ടേംസ് ആൻഡ് റെഫറൻസ് വേണമെങ്കിൽ മുന്നോട്ട് വയ്ക്കാം. ഈ കൺസെഷൻ എഗ്രിമെന്റിൽ നിലവിൽ 531 പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഇക്വിറ്റി ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് നമ്മളുടെ പൊതു താല്പര്യം എന്ന് തന്നെയാണ്, പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1, 2, 3, 4. അതിൽ സംസ്ഥാന സർക്കാരിന് നോക്കൂ 2034 മുതൽ മാത്രമേ 1% വരുമാനം കിട്ടൂ. ഇപ്പോൾ അതിന്റെ ഇക്വിറ്റി ഷെയർ എത്രയാ? 2598 കോടി രൂപ നിക്ഷേപിച്ച അദാനിക്ക് 27,000 കോടിയിലേക്ക് മൂല്യം ഉയർന്നിരിക്കുന്നു. 6,000 കോടി നിക്ഷേപിച്ച സംസ്ഥാന സർക്കാരിന് ദാ നോക്കൂ 1 രൂപ പോലും ഈ നിമിഷവും കിട്ടിയിട്ടില്ല. അതായത് സംസ്ഥാന സർക്കാർ നിക്ഷേപിച്ച ആ ഓഹരിക്ക് മൂല്യം വർദ്ധിച്ചിട്ടില്ല. അവിടെ കിടക്കുന്ന 6,000 കോടി അവിടെ തന്നെ കിടക്കുക. അതിന്റെ റിട്ടേൺ കിട്ടുന്ന എന്ന് മുതൽ 2034 മുതൽ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് വരുന്ന സമയത്ത് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ആ ക്ലോസിൽ ഒരു വ്യത്യാസം വരുത്താമായിരുന്നു. നോക്കൂ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ എഗ്രിമെന്റാ. ആ എഗ്രിമെന്റ് ആണ് ലോകത്തൊരിടത്ത് നമ്മൾ കാണാത്തൊരു തരം എഗ്രിമെന്റ് ആണ്. കാര്യം 60 വർഷത്തേക്ക് 335 ഏക്കർ സ്ഥലത്തിന്റെ ഫ്രീ ഹോൾഡ് കൊടുത്തുകൊണ്ട് പൂർണ്ണമായിട്ടും അദാനിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ട് മാറ്റി. അതാണെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞത്. ഇത് അദാനിക്ക് മാത്രം ലാഭം ഉണ്ടാക്കാൻ പറ്റിയ പ്രോജക്റ്റ് ആണ്. പക്ഷെ നോക്കൂ, അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ നമ്മുടെ നാടിന് ലഭ്യമാവുന്ന വികസനത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ കൺസേൺ ആയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരളത്തിന്റെ താല്പര്യങ്ങൾ കൂടി മുൻനിർത്തി ഇതിന് റിട്ടേൺ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ബാർഗെയിനിങ് നെഗോഷിയേഷന് ഒരു ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസ് ഇന്നിപ്പോൾ ഇല്ലാതായി. MSC എന്ന് പറയുന്നത് ലോകത്തെ തന്നെ
ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ്. ആ കമ്പനിയുടെ നിക്ഷേപം ഉണ്ടാകുന്നു എന്നുള്ളത് പോസിറ്റീവായി തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന്റെ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു ബാർഗൈനിങ് നെഗോഷിയേഷന്റെ ഒരു സ്പേസ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന വീഴ്ച. അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നല്ല, സർക്കാർ ഇപ്പോൾ അതൃപ്തി അറിയിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഈ അതൃപ്തി അറിയിക്കുക, പിണക്കം അറിയിക്കുക, പരിഭവം അറിയിക്കുക, ഇതൊന്നും അല്ലല്ലോ പ്രശ്നം. ഇത് കോടിക്കണക്കിന് രൂപയുടെ ആദായം ഓഹരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. ആ ഡീലിൽ നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടാകണമായിരുന്നു. 6000 കോടി നിക്ഷേപിച്ച സംസ്ഥാന സർക്കാർ 2034 വരെ കാത്തിരിക്കുക, 2080 വരെ കാത്തിരിക്കേണ്ടി വരിക എന്നുള്ളതാണ്. ലാഭം മുഴുവൻ സ്വാഭാവികമായും അദാനിയുടെ സംഘവും കൊണ്ടുപോവുക. അമ്മാതിരി ഒരു കരാർ ഒപ്പിട്ടു വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ പൊറാട്ട് നാടകങ്ങളും നടത്തുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് 2034 വരെ നമുക്ക് ഒരു പൈസ പോലും നേരിട്ട് റവന്യൂ ആയിട്ട് കിട്ടാൻ പോകുന്നില്ല. ഇതെല്ലാം കൊണ്ടുപോകുന്നത് അദാനി തന്നെയായിരിക്കും, MS തന്നെയായിരിക്കും. അതിന്റെ മൂല്യത്തിന്റെ വർധനം നോക്കൂ, 2578 കോടി 2 വർഷം കൊണ്ട് 27,000 കോടിയാക്കി അദാനി വർദ്ധിപ്പിച്ചു. മറുഭാഗത്ത് 6000 കോടിയായിട്ട് അവിടെ തുടരുന്നു. ഇതാണ് വാസ്തവം. ഇനി ഇതിനകത്ത് എത്ര ഷെയറുകൾ വന്നാലും, ഇനി എത്ര കമ്പനികൾ വന്നാലും ഇതേപോലെ സംസ്ഥാന സർക്കാരിനോട് അനുവാദം ചോദിക്കേ കഴിയൂ. സംസ്ഥാന സർക്കാരിനെ നിരാകരിക്കാൻ കഴിയില്ല. കാരണം ഈ 2 ക്ലോസുകളാണ് കൺസെഷൻ എഗ്രിമെന്റിൽ ഉള്ളത്. ഒന്ന്, അത് പൊതു താല്പര്യത്തിനെതിരാണ് എന്നത് വരണം, അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്കെതിരാണെന്ന് വരണം. നിലവിൽ മുദ്രയടക്കം 800 അടക്കമുള്ള തുറമുഖങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള MSCക്ക് അങ്ങനൊരു ക്ലോസ് ഇല്ല, അങ്ങനൊരു പ്രശ്നമേ വരാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ എനിക്കൊരു വിമർശനം മുഖ്യമന്ത്രിയോടുള്ളത്, പാർട്ടി സെക്രട്ടറിക്ക് എന്താണ് ഇതിൽ കാര്യമെന്ന് ചോദിച്ചു. പാർട്ടി സെക്രട്ടറി എന്താ? ഈ നാട്ടിലെ പൗരനല്ലേ സാർ? ഈ നാട്ടിലെ നികുതിദായകനല്ലേ സാർ? പാർട്ടി സെക്രട്ടറിക്ക് എന്താ ഇക്കാര്യങ്ങളിൽ താല്പര്യമുണ്ടാവാൻ പാടില്ലെന്നുണ്ടോ? ഒരു പാർട്ടി സെക്രട്ടറിക്കാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും സംസ്ഥാനത്തുള്ള മുഴുവൻ ആളുകൾക്കും വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു പോർട്ടിൽ താല്പര്യമുണ്ടാവുന്നത് സ്വാഭാവികമാണ്. അതിനെ ചോദ്യം ചെയ്യാനൊന്നും മുഖ്യമന്ത്രി ആയിട്ടില്ല എന്ന് മാത്രം വിനീതമായി ഓർമ്മിപ്പിക്കുന്നു.